ഈ പഴയ വണ്ടി വാങ്ങുന്ന പൈസക്ക് നിനക്ക് പുതിയ വണ്ടി വാങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കി പറയാ, നീ നിന്റെ പണി നോക്കടാ, എനക്കറിയാം എൻ്റെ കാര്യമെന്ന്. മാരുതി 800ലും സെന്നിലൊക്കെ കുനിഞ്ഞിരുന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയ വാഹനപ്രേമികളെ നട്ടെല്ല് നിവർത്തി വാഹനം ഓടിക്കാൻ പഠിപ്പിച്ച മുതലാണ് കേട്ടോ ഈ കാണുന്ന സാൻഡ്രോ സ്വിംഗ് എന്ന് പറഞ്ഞാൽ. വാഹനപ്രേമികളുടെ വാഹനം ഓടിക്കുന്ന സ്റ്റൈല് തന്നെ മാറ്റിമറിച്ച മുതലാണ്. ആദ്യം സിപ്പ് വന്നു, സിപ്പ് പ്ലസ് വന്നു, പിന്നെ സ്വിങ് വന്നു. ഇതൊരു അപാര മുതലാന്ന് കേട്ടോ. ഹായ് ഗൈസ്, വാഹനപ്രേമികളുടെ കേരളത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ആൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പെൺകുട്ടിയായിട്ടും ജനിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വാഹനം നമ്മുടെ ഹൃദയത്തിലോട്ട് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ കാറായിക്കോട്ടെ, ബൈക്കായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനിയിപ്പോൾ JCB ആയാലും ലോറി ആയാലും നമ്മൾ വാഹനം നോക്കി നിൽക്കാത്ത ഒരാൾ പോലും ഇല്ല. എത്ര വലിയ ബുദ്ധിമാന്മാരായാലും ഇനി എത്ര വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു പറമ്പത്തൊരു JCB വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കി നിൽക്കാത്തതായിട്ട് ആരുമില്ല ഈ ലോകത്ത് തന്നെയാണ് വാസ്തവമായിട്ടുള്ള സത്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ആൾക്കാർക്കും നമ്മുടെ ശിരസിൽ എന്താ പറയുക, തരച്ച് കയറിയ ഒരു തരം ലഹരിയാണ് നമ്മൾക്ക് വാഹനം എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇപ്പം പഴയ വാഹനങ്ങളെടുത്ത് റിന്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫ്രീക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും. പഴയ വാഹനങ്ങൾ, അതായത് ഈ RX100 പോലെയുള്ള വാഹനങ്ങളൊക്കെ എടുത്ത് ആഗ്രഹം കൊണ്ട്, അതായത് പുതിയത് വാങ്ങാനെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം ഒരുപാട് പരിമിതിയുണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ 100 കാരണങ്ങളാൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിലും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും അത്തരത്തിലുള്ള ആൾക്കാർ. നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കത് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ മറ്റാരും പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഴയ വാഹനങ്ങളെ പറ്റി കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ഒരു പഴയ വാഹനം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ എടുത്തിട്ട് നിനക്ക് എന്തിനാണ്, ഇത് വർക്ക് ചെയ്യാൻ തന്നെ നിനക്ക് ഒരുപാട് പൈസയാവും, അല്ലെങ്കിൽ ഈ ഒരു സംഭവം കൊണ്ട് നീ വഴിയിലാവും, അല്ലെങ്കിൽ ഇത് വാങ്ങുന്ന പൈസക്ക് നിനക്ക് പുതിയതൊരെണ്ണം വാങ്ങിയാൽ ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടല്ലോ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്കറിയില്ല ഇതിനെക്കുറിച്ച്. അതായത് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പുതിയ വാഹനം പർച്ചേസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും പറ്റി അവർക്കറിയില്ല. അവരെന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റിമറിച്ച് വലിയൊരു ഭാരം നിങ്ങളുടെ തലയിലോട്ട് അങ്ങോട്ട് വെച്ച് തരികയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ ഒരു പുതിയ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ അതിനും അതിൻ്റേതായിട്ടുള്ള പല പരിമിതികളും ഉണ്ട്. ഇപ്പോൾ സർവീസ് പോലും ഫ്രീ ആണെന്ന് പറയുമ്പോൾ പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഫുള്ളായിട്ട് ഫ്രീ ആണെന്നുള്ള കാര്യമാണ്. സർവീസ്, അതായത് ഫസ്റ്റ് ഫ്രീ സർവീസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ്, സർവീസ് കോസ്റ്റ്, അതായത് അവർ ചെയ്യുന്ന സർവീസിൻ്റെ കോസ്റ്റ് മാത്രമാണ്, അതായത് ആ വർക്ക് മാത്രമാണ്, അവരുടെ ലേബർ ചാർജ് മാത്രമാണ് നമുക്ക് ഫ്രീ എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എയർ ഫിൽറ്റർ, അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്, അതുപോലെ തന്നെ ഓയിൽ, എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും അവർ സർവീസിൽ മാറ്റി വിടുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ബില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ അവർ അടിച്ചു കയറ്റും ആ ഒരു ബില്ലെന്ന് പറഞ്ഞാൽ. ഇതൊന്നും ഈ പറയുന്ന ആൾക്കാർക്ക് കൃത്യമായ രീതിയിൽ അറിയില്ല. അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത്, നമുക്കിപ്പോൾ യൂസ്ഡ് ആണെങ്കിലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന വാഹനങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പുതിയ വാഹനത്തിനെ കുറിച്ച് അത്ര ചിന്തിക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നൊന്നുമില്ല. ഒരു 70% നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന വാഹനമാണ് സാൻഡ്രോ എന്ന് പറയുന്ന വാഹനം. നമുക്ക് താരതമ്യേന കോസ്റ്റും കുറവാണ്. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പുതിയ വണ്ടിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട യാതൊരുവിധ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ മറ്റ് പല കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് മാരുതിൻ്റെ വണ്ടികൾ, അതായത് 800 പോലെ, സെന്ന് പോലെയുള്ള വാഹനങ്ങൾ കുറച്ച് ആൾക്കാർ, നല്ല ഹൈറ്റ് കുറച്ചൊക്കെ ഉള്ള ആൾക്കാർക്ക് ഓടിക്കാൻ കുറച്ച് പാടുണ്ട്. കാരണം അത് സ്പേസ് താരതമ്യേന കുറവായതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇരുന്ന് ഓടിക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള ആൾക്കാരെ നിവർന്നു നിന്ന് ഓടിക്കാൻ പഠിപ്പിച്ച വണ്ടിയാണ് സാൻഡ്രോ എന്ന് പറയുന്ന വണ്ടി. ഈ ഒരു വണ്ടി വന്നതിന് ശേഷമാണ് ഇതിന് ഒരുപാട് ആരാധകരുണ്ട്. അതായത് ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, റീസെയിലിംഗ് മാർക്കറ്റിൻ്റെ കാര്യമാണെങ്കിൽ പക്ക പോക്കാണ്. കാരണം സ്ക്രാപ്പ് റേറ്റ് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ നല്ല രീതിക്ക് വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി വണ്ടിയാണ് നമ്മുടെ സാൻഡ്രോ എന്ന് പറയുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ സർവീസ് പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു യൂസ്ഡ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയും എടുത്തു കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ള കാര്യമല്ല. ഇപ്പോൾ ഒരു വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് അതിൻ്റെ അണ്ടർ ബോഡിയാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. പല ആൾക്കാർക്കും പറ്റുന്ന വലിയ മിസ്റ്റേക്കാണ്, നമ്മൾ അണ്ടർ ബോഡി നോക്കാതെ നമ്മൾ എടുത്തുകൊണ്ടുവരും. പുറമേയുള്ള ഭംഗി കണ്ട് നമ്മൾ ഒരിക്കലും ഏത് വാഹനമായാലും നമ്മൾ പർച്ചേസ് ചെയ്യാൻ പാടില്ല. നമ്മൾ അണ്ടർ ബോഡി നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. അണ്ടർ ബോഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ലിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എത്രത്തോളം ഡാമേജ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഇൻ കേസ് അണ്ടർ ബോഡിയിൽ കൂടുതലായിട്ട് ഡാമേജ് ഉണ്ടെങ്കിൽ
നിങ്ങൾ ഒരു കാരണവശാലും ആ ഒരു വണ്ടി പർച്ചേസ് ചെയ്യാൻ പാടില്ല. കാരണം അണ്ടർ ബോഡിയാണ് നമ്മളെ ഏറ്റവും വലിയ ചതിവ് എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. നിങ്ങൾ ഈ ഫ്ലോർ മാറ്റൊക്കെ മാറ്റി നോക്കുമ്പോൾ മാത്രമേ ഈ ഒരു ചതിവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുള്ളൂ. വാഹന പർച്ചേസിങ് അല്ലെങ്കിൽ വാഹന വിൽപ്പന ഒരു രംഗത്ത് ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇതുപോലുള്ളൊരു സാൻഡ്രോ നമുക്ക് കൈവശം ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പായിട്ട് ഞാൻ പറയാം, ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റ് നോയ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരു സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അത്ര സ്മൂത്തായിരിക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാൻഡ്രോയുടെ എൻജിൻ എന്ന് പറഞ്ഞാൽ. അത്രയും സ്മൂത്തായിരിക്കും നമുക്ക് ആ ഒരു വണ്ടി. അതുപോലെ തന്നെ റണ്ണിങ്ങിൽ വെച്ച് നോക്കുന്നതാണെങ്കിലും നമുക്ക് ഏറ്റവും ടോപ്പാണ്. പക്ഷേ നമ്മളിപ്പോൾ എ സിയിലൊക്കെയാണ് വലിക്കുന്നതെങ്കിൽ അത്യാവശ്യം എന്താ പറയുക കുറച്ച് ഡൗൺ ആണെങ്കിലും നോർമലി നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്ക് അത് മെയിൻ്റെനൻസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് സാൻഡ്രോ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഈ ഒരു മാരുതി 800 അതുപോലെ തന്നെ സെന്ന് ഇവയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് സാൻഡ്രോ ആണ്. കാരണം കുറച്ചും കൂടെ നമുക്ക് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ സീറ്റിംഗ് അതിൻ്റെ കപ്പാസിറ്റിയും കൂടുതലൊക്കെ സിയും കൂടുതലൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഫേവറേറ്റ് വാഹനങ്ങൾ ഉണ്ടാവും. ഇപ്പം കൂടുതൽ ആളും പറയുന്നുണ്ട് ഇപ്പോൾ സാൻഡ്രോ എടുക്കുന്നതിന് പകരം മാരുതി സുസുക്കിൻ്റെ വാഹനങ്ങളാണെങ്കിൽ റീസെയിലിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ മാരുതി സുസുക്കിൻ്റെ വാഹനങ്ങളിൽ ചില വാഹനങ്ങളിലൊക്കെ അത്യാവശ്യം വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റിയറിങ്, അതായത് നമ്മുടെ പവർ സ്റ്റിയർ ടൈറ്റ് ആവുന്നൊരു പ്രശ്നമുണ്ട്. മാരുതിയുടെ വണ്ടികൾ ഓടിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. മാരുതിയുടെ വണ്ടികളും അതുപോലെ തന്നെ ഇപ്പം ഹ്യുണ്ടായുടെ വണ്ടിയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹ്യുണ്ടായുടെ വണ്ടികളുടെ സ്റ്റിയറിംഗ് ഒക്കെ വളരെ സ്മൂത്തായിരിക്കും. പക്ഷെ നമുക്ക് ക്ലച്ചിൽ ചില സമയത്ത് ചെറിയ ടൈറ്റ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ മാരുതിയുടെ ക്ലച്ച് എന്നൊക്കെ പറയുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചായിരിക്കും. പക്ഷേ അവരുടെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ടൈറ്റായി അത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസയൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ സാൻഡ്രോനെ സംബന്ധിച്ച് സാൻഡ്രോയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ബൂട്ട് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങൾ CC എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മളാകെ ചെയ്യേണ്ടത് കറക്റ്റ് സമയത്ത് നമ്മുടെ അതിൻ്റെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്ത് വിടുക, ഓയിൽ ഫിൽറ്റർ ചെക്ക് ചെയ്ത് വിടുക, അതുപോലെ തന്നെ കൂളൻ്റ് കാര്യങ്ങൾ റെഗുലറായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യണ്ടൂ. മറ്റ് മെയിൻ്റെനൻസ് ഒക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ടും ധൈര്യത്തിലെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ സാൻഡ്രോ എന്ന് പറയുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് അത്രയും നമുക്ക് എന്താ പറയുക നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പല ആൾക്കാരും ഇതിൻ്റെ മാർക്കറ്റിംഗ് രീതിയെ പറ്റിയിട്ടാണ് ഈ ഒരു വണ്ടിയെ താക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിംഗ് മാത്രമല്ല, വണ്ടിയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു കംഫർട്ട്, നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവം. പല ആൾക്കാരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഈ വണ്ടി ഉപയോഗിക്കാണ്ടാണ്. അതായത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് അറിവുകൾ വെച്ചിട്ടാണ് പല ആൾക്കാരും ഈ വണ്ടിയെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്നാൽ പേഴ്സണലി നമ്മൾ യൂസ് ചെയ്ത ഒരു പരിചയം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് ഒരു ഫാമിലിക്കൊക്കെ നല്ല രീതിക്ക് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പക്ക നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി കാര്യങ്ങൾ അതുപോലെ തന്നെ കൂളൻ്റ്, ഇനിയിപ്പോൾ നല്ല രീതിക്കുള്ള ടയർ മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ഓയിൽ, എൻജിൻ ഓയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കി പക്ക ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും പേടിക്കൊന്നും വേണ്ട. നിങ്ങളെ ഒരു തരത്തിലും വണ്ടി വഴിയിലാക്കൂല. ഈ ഒരു വണ്ടി മാത്രമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ന് വരെ നമുക്കൊരു വഴിയിൽ ആവേണ്ട ഒരു അവസ്ഥ ആ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല. ഭൂരിപക്ഷം വണ്ടികൾക്കും ഇങ്ങനെ ഒരു പ്രശ്നവുമില്ല. കറക്റ്റ് മെയിൻ്റെനൻസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ഒരു 70% നമുക്ക് സാൻഡ്രോ പോക്കറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. പിന്നെ ഈ ഒരു മൈലേജിൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു പ്രശ്നം. കാരണം മാരുതി സുസുക്കിനെ സംബന്ധിച്ച് ആണെങ്കിൽ നമുക്കിപ്പോൾ മാരുതികളുടെ വണ്ടികൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടികളുണ്ട്. പക്ഷേ സാൻഡ്രോനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എണ്ണ കുടിയാൻ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്യാവശ്യം മൈലേജൊക്കെ കുറച്ച് കുറവാണ്. എന്നാലും നമുക്കത് കീപ്പ് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പം ഫുൾ ലോഡുള്ള സമയത്ത് നമ്മളിപ്പം എന്താ പറയുക AC തന്നെ നമ്മൾ വലിക്കുന്നതാണെങ്കിൽ കുറച്ച് പ്രോബ്ലമാണ്. ഇപ്പം അത്ര രീതിയിൽ ഒരു എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻജിനല്ല. അതുപോലെ തന്നെ 4 സിലിണ്ടറാണ് വരുന്നത്. അതിൻ്റെ ആ ഒരു സ്മൂത്ത് നല്ല രീതിക്ക് തന്നെ നമുക്ക് വണ്ടിയിൽ കിട്ടും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു വീഡിയോ ഞാൻ കണ്ടു, അതിൻ്റെ അകത്ത് സ്ക്രാപ്പിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ സ്ക്രാപ്പ് റൈറ്റ് ആണെന്നൊക്കെ പറയുന്ന പല ആൾക്കാരും ഉണ്ട് സാൻഡ്രോയെ പറ്റി. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മറ്റുള്ള വണ്ടികൾ എടുത്ത് നിങ്ങൾക്ക് മെയിൻ്റെനൻസ് ചെയ്യുന്നതിൻ്റെ പകുതിയുടെ പകുതി പോലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ്റെനൻസ് വരില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇത് നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. മറ്റുള്ള വണ്ടികൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ മാരുതിയുടെ വണ്ടിയോടാണ് താല്പര്യം. കാരണം എന്താണ്, റീസെയിലിംഗ് മാർക്കറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്.
പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റീസെയിലിംഗ് മാർക്കറ്റ് ഒന്നാമത്തെ ഒരു കാര്യം തന്നെയാണ്, ഓക്കെ സമ്മതിച്ചു. പക്ഷേ അതിൽ വരുന്ന അത്രയും മെയിൻ്റെനൻസ് വർക്ക് പോലും ഈ ഒരു ഹ്യുണ്ടായിയുടെ സാൻഡ്രോൻ്റെ അകത്ത് വരുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മാരുതി സുസുക്കിയുടെ വാഹനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സ്വിഫ്റ്റ് ആയാലും അതുപോലെ തന്നെ വാഗണാർ ആയാലും ഇതുപോലുള്ള കാറുകൾക്കൊക്കെ ഒരുപാട് പണികൾ വരുന്നുണ്ട്, നല്ല രീതിക്കുള്ള പണികളും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് വണ്ടികളുടെയും, അതായത് ഇപ്പം സ്വിഫ്റ്റ് ആയിക്കോട്ടെ അതുപോലെ വാഗണാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം, നമ്മൾ സാൻഡ്രോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്, അതായത് മാരുതി സുസുക്കിയുടെ വണ്ടികൾ നമ്മൾ സർവീസ് ചെയ്യാൻ കൊടുക്കേണ്ടി വരുന്നതിൻ്റെ പകുതി പോലും ഇല്ല നമുക്ക് ഈ ഒരു സാൻഡ്രോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് ചെയ്ത് കീക്കാൻ അത്രയും പൈസ പോലും വരുന്നില്ല. ഈ ഒരു മാരുതി സുസുക്കിയുടെ ആ ഒരു പകുതി പൈസ പോലും നമുക്ക് ഇതിന് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 70% നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പിലും എല്ലാ ആൾക്കാർക്കും ഇഷ്ടം, അതായത് ഇപ്പം GLS ഈ ഒരു വണ്ടി വന്നു, ആദ്യം സിപ്പ് വന്നു, ഇപ്പം GLS ഈ ഒരു വണ്ടി സ്വിങ് വന്നതിനോടുകൂടി സ്വിങ് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോഴും ഉണ്ട് ഒരുപാട് ആൾക്കാർ, ഇപ്പം കൂടുതൽ ആൾക്കാരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയുക, ഇപ്പം മലയാളികളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ എത്ര വലിയ സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, പുച്ഛമാണ്. അതായത് വീട്ടിൽ സത്യം പറഞ്ഞാൽ അടുപ്പിൽ ചേര ഓടുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ എന്നാലും മലയാളികൾ ഒരിക്കലും ദുരഭിമാനവും അതുപോലെ തന്നെ പൊങ്ങച്ചവും ഒരിക്കലും വിട്ട് കളിക്കില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു പഴയ വണ്ടികൾ എടുത്തിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്, അവിടെ എത്തുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളുണ്ട് ഒരുപാട്, നമ്മളെ മൈൻഡേ ഇല്ല. ഇപ്പം ഞാനൊക്കെ തന്നെ 2-3 വർക്ക്ഷോപ്പിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പഴയ വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് ആ ഒരു വണ്ടി കാണുമ്പം തന്നെ അവർക്ക് അതിനോട് താല്പര്യം കുറവാണ്. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, പഴയ വണ്ടികളാകുമ്പോൾ കുറച്ച് വർക്ക് ഉണ്ടാവും, അത് എടുക്കാനുള്ള മടി കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു വർക്ക്ഷോപ്പിലോട്ട് പോകുന്ന സമയത്ത് വർക്ക്ഷോപ്പിൽ നിന്നും നമ്മളോട് ഡീൽ ചെയ്യുന്നത് പലപ്പോഴും അവിടെയുള്ള വർക്കർമാരാണ്. ഇതൊന്നും ഒരിക്കലും അതിൻ്റെ ഓണർമാർ അറിയുന്നില്ല. അതിൻ്റെ ഓണർമാരാണെങ്കിൽ അവർ താല്പര്യത്തോടു കൂടി അത് ഏറ്റെടുക്കും. കാരണം ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് നടന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് എന്തെങ്കിലും കിട്ടുള്ളൂ. ഒരു വർക്കറെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവർക്ക് എങ്ങനെയായാലും അവർ പറഞ്ഞിട്ടുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അലോട്ട് ചെയ്ത ശമ്പളം അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ തകർച്ചയും എന്തു പറയാം, നമുക്ക് പണിക്കാർ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഞാനൊരു വർക്ക്ഷോപ്പിൽ ഞാൻ വണ്ടി കൊണ്ടുപോയ സമയത്ത് അവർക്ക് ഉള്ളൊരു മനോഭാവം എന്ന് പറഞ്ഞാൽ ഒരു പഴയ വണ്ടിയാണോ, അപ്പോൾ അവർ പറയുന്നത് എന്താണ്, വണ്ടി മാറ്റുന്ന കാര്യത്തിനെ പറ്റിയാണ് അവർ പറയുന്നത്. അപ്പം നമ്മളത് അല്ലാന്ന് നമ്മൾ അവർക്ക് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് ഞാൻ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു വർക്ക്ഷോപ്പ് പോയ സമയത്ത് അവർ പറഞ്ഞത് ഏറി വന്നാൽ 1 വർഷമേ ഓടൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പം എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് ഞാനത് മറ്റ് വർക്ക്ഷോപ്പിൽ, അതായത് നല്ല രീതിക്ക് നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യുന്ന വർക്ക്ഷോപ്പുകളെ തേടി പോകണം. നമ്മൾ പൊങ്ങച്ച കാണിക്കുന്ന ഒരുപാട് വർക്ക്ഷോപ്പ് ഉണ്ട്, അവരുടെ മലയാളം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ മലയാള അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് പൊങ്ങച്ചാണ്, അവർക്ക് പഴയ വണ്ടികൾ പണിയെടുക്കാനുള്ള താല്പര്യമില്ല. അവർക്കെന്ന് പറഞ്ഞാൽ പുതിയ വണ്ടികൾക്കാകുമ്പോൾ അത്ര വലിയ പണികളൊന്നും ഉണ്ടാവില്ല, വെറുതെ എന്തെങ്കിലും ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് പൈസ വാങ്ങാനുള്ള ട്രിക്കാണ്. പഴയ വണ്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന് അങ്ങനെയല്ല, അത്യാവശ്യം വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇത്തരത്തിൽ ഞാൻ കൊണ്ടുപോയ സമയത്ത് എനിക്ക് നേരിട്ട പ്രശ്നമാണ്. കാരണം അവിടെ വരുമ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ പറയുന്നത് നിങ്ങൾക്ക് വണ്ടി മാറ്റിക്കൂടെ എന്നുള്ള അഭിപ്രായമാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരിക. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല വർക്ക്ഷോപ്പുകൾ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടം ലോക്കൽ വർക്ക്ഷോപ്പുകളാണ്. ഇപ്പോൾ ഈ ലോക്കൽ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ട്. അതായത് ലോക്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതൊരു പോക്ക്, അതായത് തല്ലിപ്പൊളിയാണെന്ന്. അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൻ പുറത്ത് നമുക്ക് കാണപ്പെടുന്ന, അതായത് നമ്മുടെ നാട്ടിൻ പുറത്ത് സുലഭമായിട്ട് കാണപ്പെടുന്ന സാധാരണ വർക്ക്ഷോപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോക്കൽ വർക്ക്ഷോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് അവിടെയുള്ള വർക്ക് ലോക്കലാണെന്നോ അൺക്വാളിറ്റി ആയിട്ടുള്ള സംഭവമാണെന്നോ ഒന്നും അതിൻ്റെ അകത്ത് അർത്ഥമില്ല. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടം സർവീസ് സെൻ്ററുകളെക്കാളും 10 മടങ്ങ് എനിക്ക് ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന കാര്യമാണ്. കാരണം അവിടെയാകുമ്പോൾ നമുക്കൊരു വണ്ടി വർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മുടെ മുന്നിൽ നിന്ന് തന്നെയാണ് അവരിപ്പോൾ ഒരു കാറ് കൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കാർ ലിഫ്റ്റ് ചെയ്യുന്നു, അതോടൊപ്പം നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നത് നമ്മുടെ മുന്നിൽ തന്നെ കാണിക്കും. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് പറയും. ഒരിക്കലും ഒരു സർവീസ് സെൻ്ററിനെ സംബന്ധിച്ച് നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സർവീസ് സെൻ്റർ ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിൽ നിന്ന് കണ്ടുകൊണ്ട് വർക്ക് എടുക്കുന്നത്? ഒരിക്കലുമില്ല. ഈ എഞ്ചിൻ ഓയിൽ മാറി വിടുന്നു എന്നുള്ള കാര്യം തന്നെ, എഞ്ചിൻ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ. എഞ്ചിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എങ്കിൽ എഞ്ചിൻ ഓയിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. കാരണം എഞ്ചിൻ്റെ ആ ഒരു സ്മൂത്ത് വർക്കിന് ആവശ്യമായിട്ടുള്ള സംഭവമാണ് എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ. ഇതുപോലും സർവീസ് സെൻ്ററുകളിൽ നിന്ന് കറക്റ്റായിട്ട് മാറ്റി വിടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഒരിക്കലും പറയാൻ പറ്റില്ല ഒരാൾക്കാർക്കും, കാരണം നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാറ്റുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതൊക്കെ കാണാനും പറ്റും, അവർ നമുക്ക് ജെന്യുവനായിട്ട് അത് കാണിച്ച് തരികയും ചെയ്യും.
ഞാനിപ്പം തുടക്കത്തിലും പറഞ്ഞു, ഞാൻ ഒരു സ്ഥാപനത്തിനെയും നമ്മൾ കുറ്റം പറയുന്നതല്ല, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വണ്ടികൾ, പഴയ വണ്ടികൾ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി വാങ്ങാമെന്നേ ഞാൻ പറയുള്ളൂ. ഒരു പുതിയ വണ്ടി വാങ്ങുമ്പോൾ ഒന്നാമത് ഒരു 10-12 ലക്ഷം രൂപയുടെ ഒരു വണ്ടിയാണെന്ന് നിങ്ങൾ കൂട്ടിക്കും. അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അറൗണ്ട് നിങ്ങളൊരു 2 lakh 3 lakh നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾ അടക്കേണ്ടി വരും. ഈ ഒരു ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ മന്ത്ലി വരുന്ന EMI എന്തായാലും ഒരു നല്ല തുക EMI വരും. ഒരു 10 രൂപയുടെ മുകളിൽ എന്തായാലും EMI വരും. അപ്പോൾ അത് നിങ്ങൾ ആദ്യം കാണണം ഓരോ മാസവും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിക്കടി വരുന്ന വാഹനത്തിൻ്റെ സർവീസ്, അതിൻ്റെ ഫ്യൂവൽ ചെലവ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കണം. നിങ്ങളൊരു പുതിയ വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു പുതിയ കാർ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങുമെന്ന് നോക്കണം. നാട്ടുകാർ തെണ്ടികൾ പലതും പറയും, അല്ല ചിലപ്പോൾ നിങ്ങളുടെ കുടുംബക്കാർ തെണ്ടികളും പലതും പറഞ്ഞു തരും. നിങ്ങളുടെ തലയിൽ അവരെന്താ പറയുന്നത്, അവർക്ക് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവൻ പുലിവാല് പിടിച്ചു പോട്ടെ എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ സാലറി എത്രയാണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സാഹചര്യം എല്ലാം വിലയിരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ പുതിയതിലോട്ട് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങളോട് പഴയ വാഹനങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം പഴയതാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നോക്കിയും കണ്ടും ഒക്കെയാണ് എടുക്കുന്നത്. ഇനി ഞാൻ എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഒരു വണ്ടി പോയി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹത്തിന് മാത്രം അവിടെ വില കൊടുക്കരുത്. നിങ്ങളുടെ ആഗ്രഹം ഒരു വണ്ടി എങ്ങനെയെങ്കിലും വാങ്ങണം എന്നുള്ള അതിന് മാത്രം നിങ്ങൾ പ്രശസ്തി കൊടുക്കരുത്, അവരുടെ ചതിക്കുഴിയിലും വീഴരുത്. ഇപ്പോൾ ഒരുപാട് ഷോറൂമുകാരടക്കം ഉണ്ട്, യൂസ്ഡ് ഷോറൂമുകാരടക്കം ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഷോറൂംസ് ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ആദ്യം പോയി നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളൊരു ടെക്നീഷ്യനെ കൂട്ടി പോവുക. ശേഷം നിങ്ങൾ അണ്ടർ ബോഡിയാണ് ഏറ്റവും മസ്റ്റായിട്ട് നോക്കേണ്ടത്. വാഹനം ലിഫ്റ്റ് ചെയ്ത് അണ്ടർ ബോഡി കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റിയറിങ്, അതുപോലെ തന്നെ ആക്സിഡൻറ്റ്, നമ്മുടെ ഈ സസ്പെൻഷൻ്റെ ഭാഗത്ത് വരുന്ന കുറ്റികൾ, അതൊക്കെ കൃത്യമായ രീതിയിൽ നോക്കുക, ആക്സിഡൻറ്റോ കാര്യങ്ങളോ. ഇനിയിപ്പോൾ ചേസ് അതുപോലെ തന്നെ RCയിലുള്ള നമ്പർ ആണോ എന്ന് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ നോക്കണം. കാരണം ഈ ഒരു രംഗത്ത് ഒരുപാട് പൊട്ടത്തരങ്ങളും ചതികളും പറ്റുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഒരു സാധാരണ കുടുംബത്തിൽ, അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന പല ആൺകുട്ടികൾക്കും, അതായത് നമ്മുടെ ഫ്രീക്കന്മാർക്കും പറ്റുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക്. കാരണം അവരെന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും വർക്കുകൾ ഒരു 10-18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഷോപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തു വെക്കുന്ന പൈസ കൂട്ടി വെച്ചിട്ടാണ് ചിലപ്പോൾ വാഹനത്തോടുള്ള അടങ്ങാത്ത പ്രേമം കൊണ്ടൊരു വാഹനം വാങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താവും, നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം അവർ മുതലെടുക്കാനുള്ള ഇടയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വാഹനം വാങ്ങാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ യൂസ്ഡ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ യൂസ്ഡ് നിങ്ങൾ വാങ്ങിക്കോളൂ എന്ന് ഞാൻ പറയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം എടുത്ത് പറയുന്നത്. യൂസ്ഡ് വാങ്ങിക്കോളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും വാങ്ങലല്ല, A to Z കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ വാങ്ങാൻ. ആ വാങ്ങുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള എനിക്ക് തോന്നിയൊരു വണ്ടി സാൻഡ്രോ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം. അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് പഴയ വണ്ടി ഓടിക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ആകെ നമ്മുടെ മുന്നിലുള്ളൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഈ ഒരു റിന്യൂവൽ ഫീസ് കൂട്ടിയതിനെ പറ്റിയാണ്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഭാഗം കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇപ്പോൾ ഒരു വണ്ടി എടുത്തു, ഒരു പഴയ വണ്ടി എടുത്ത് നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ആ ഒരു വണ്ടിയുടെ മെയിൻ്റെനൻസ് വർക്ക് എത്രയാവും, അതുപോലെ തന്നെ അതിൻ്റെ പേപ്പർ വർക്ക് എത്രയാവും, എന്നിട്ട് നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കുമ്പോഴുള്ള ചിലവിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പഴയ വണ്ടി എടുക്കുന്നതിനേക്കാളും 10 മടങ്ങുണ്ടാവും നിങ്ങൾക്ക് പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ, ആൾക്കാർ പല കാര്യങ്ങളും പറയും. ആൾക്കാർക്ക് എപ്പോഴും ഇഷ്ടം നിങ്ങൾ പോയി കുടുങ്ങുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഇപ്പം പുതിയ വണ്ടി എടുത്തോളൂ എന്ന് പറയുമ്പോൾ നിങ്ങളെ നന്നാക്കാനാണെന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരിക്കലും അല്ല, നിങ്ങൾ കഷ്ടപ്പെടുന്നത് കാണാനാണ് അവർക്കിഷ്ടം. പുതിയ വണ്ടി എടുത്ത് നിങ്ങൾ തെണ്ടണം. അപ്പം ഞാനിതിൻ്റെ അകത്ത് പറഞ്ഞു, പുതിയ വണ്ടി എടുക്കുന്ന ഒരാളെയും നമ്മൾ പുറകോട്ട് വലിക്കുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്നും നിങ്ങളുടെ മന്ത്ലി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി, നിങ്ങൾക്ക് ഇതിൻ്റെ EMI അടക്കാൻ പറ്റുമോ. EMIയുടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരടവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തവണ അത് ബൗൺസായി, നെക്സ്റ്റ് തവണ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താവും, അതിൻ്റെ ഫൈനും കൂടെ നിങ്ങൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ്ഡ് വാഹനങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഡ് കാറുകൾ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി വാങ്ങാം. അതിൽ വാങ്ങുമ്പോൾ ഇതുപോലുള്ള വാഹനങ്ങൾ നിങ്ങൾ നോക്കി വാങ്ങണം. അതായത് ഒരു 70% നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഞാൻ പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്താണ്, ഒരു 70% നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയ ഇതുപോലുള്ള വാഹനങ്ങൾ നിങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അത് മെയിൻറ്റെയിൻസ് ചെയ്ത്
അതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സത്യത്തിൽ പറഞ്ഞാൽ ഇടക്കിടക്ക് വരുന്ന ആ ഒരു സർവീസ്, അതായത് കിലോമീറ്റർ സർവീസ് അല്ലാതെ മറ്റു വലിയ മെയിൻ്റെനൻസ് വർക്കൊന്നും ഈ സാൻഡ്രോയിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി വാങ്ങാം. ഒരു പഴയ വണ്ടി വാങ്ങി, ഞാൻ പറഞ്ഞു അണ്ടർ ബോഡിയൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഒരു പഴയ വണ്ടി വാങ്ങി നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെ കൂട്ടിപ്പിടിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ പുതിയ വണ്ടി വാങ്ങുന്നതിനേക്കാളും 10 അല്ലെങ്കിൽ 20 ഇരട്ടി നിങ്ങൾക്ക് ലാഭം തന്നെയായിരിക്കും. നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഉപയോഗിക്കുക, എത്ര കിലോമീറ്റർ വേണം ഓടാം. പക്ക നിങ്ങൾ എന്ത് ചെയ്യണം, കിലോമീറ്റർ നോക്കി അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്യണ്ടൂ. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് മെയിൻ്റെനൻസ് വർക്കും ഒരു കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് ഒരിക്കലും റോഡിൽ വഴിയിലാവുന്നുള്ള ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഫേവറേറ്റ് വാഹനങ്ങളുണ്ടാവും യൂസ്ഡിൽ തന്നെ. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് ഇപ്പം സ്വിഫ്റ്റാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് അതുപോലെ തന്നെ വാഗനാർ ഇഷ്ടം. ഇപ്പോൾ റിറ്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. റിറ്റ്സിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു RPM മീറ്ററൊക്കെ വരുന്നത് കൊണ്ട് ഒരു സ്പോർട്ടി ലുക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി ഏതാണെന്നും, ഞാനിപ്പോൾ എൻ്റെ ഒരു വണ്ടി പറഞ്ഞു, ഞാനിപ്പം സാൻഡ്രോ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 70% നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു നിങ്ങളോട്. അപ്പം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇനിയിപ്പം ഏത് വാഹനമാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി ഏതാണ്, നിങ്ങളുടെ കയ്യിലുള്ള ഒരു കാർ ഇപ്പോൾ ഏതാണ്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞത് ഒരിക്കലും ആരും പുതിയത് വാങ്ങരുത് എന്നുള്ളതിന് ഒരു അർത്ഥവുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ്, പഴയ വാഹനത്തിൻ്റെ ബഡ്ജറ്റേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഴയത് വാങ്ങാമെന്നുള്ള കാര്യമാണ്. കാരണം കുറേ ആൾക്കാർ ഇപ്പോൾ പറഞ്ഞ് താഴ്ത്തുന്നുണ്ട് യൂസ്ഡ് വാഹനങ്ങൾ വാങ്ങാൻ പാടില്ല. ഒരിക്കലുമില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങാം യൂസ്ഡ്. അതിൻ്റെ A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാം, ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ നിങ്ങളുടെ ഇനിയുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി ഇതേ തുടർന്ന് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിലോ, ഇനി നെക്സ്റ്റ് EMI കുറിച്ചോ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ മറ്റെന്തെങ്കിലും സംഭവങ്ങളെക്കുറിച്ചോ, ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വാഹനത്തെക്കുറിച്ചോ വീഡിയോ വേണമെങ്കിൽ നിങ്ങളത് പ്രത്യേകം കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ റിസൾട്ട് നോക്കിയിട്ടാണ് ഇനി നമ്മൾ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുള്ളൂ. വേണ്ടത്ര രീതിയിലുള്ള റീച്ച് ഇല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ എന്താണ് കാഴ്ചപ്പാട് എന്നുള്ളത്, നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി, അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളത് യൂസ്ഡ് ആണോ പുതിയതാണോ എങ്ങനെയാണ് എടുത്തത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞു, അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റും ഇനി നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ബൈ.